അല്ല, ഞാൻ നേരത്തെ മുതലേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അക്കാഡമിയിലെ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു, GC മെമ്പറായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കഴിഞ്ഞ ഇതിൽ 2022 വൈസ് ചെയർമാനായി. അപ്പോൾ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ അവിചാരിതമായ അപ്രതീക്ഷിതമായ ഉണ്ടായ ഒരു രാജിയെ തുടർന്ന് താൽക്കാലികമായ ഒരു ചുമതല സർക്കാർ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ചെയർമാൻ്റെ ചുമതല ഇപ്പോൾ താൽക്കാലികമായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ പ്രോജക്റ്റുകളുണ്ട്. ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ അവാർഡ് നൽകുകയോ മാത്രമല്ല, നിരവധിയായിട്ടുള്ള പദ്ധതികളാണ്. അത് പലപ്പോഴും പൊതുസമൂഹം അത്രയൊന്നും അറിയാറില്ല. അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇനിയിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും വളരെ വളരെ ഭഗീരഥ പ്രയത്നം നടത്തിയാൽ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റും. വ്യക്തിപരമായി എനിക്ക് ഇപ്പോൾ ഈ ഒരു ചുമതലയിൽ വരുമ്പോൾ എനിക്കതൊരു സന്തോഷകരമായ ഒരു അവസ്ഥ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും.